പ്രിയമുള്ളവരെ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന നിയമത്തിനിവിടെ അതിർവരമ്പുകൾ ഉണ്ടോ എന്നുള്ള സംശയത്താലാണ് ഞാൻ ഈ വരയിട്ട പേപ്പർ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ഈ അടുത്ത നാളിൽ നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷൈനി ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെയും ആ ഒരു ദാരുണമായ സംഭവത്തെ തുടർന്നുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ നമ്മുടെ നിയമ വകുപ്പ് മന്ത്രിക്ക് സാധാരണക്കാരൻ എന്ന രീതിയിൽ ഒരു കത്ത് അയച്ചിട്ടുള്ളതാണ്. എൻ്റെ ചോദ്യങ്ങൾ ഇതാണ്. ഒരു 498 കേസിൽ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു കൃത്യം നടന്നു എന്ന് മനസ്സിലായാൽ ആദ്യമേ തന്നെ അദ്ദേഹത്തെ ജയിലിൽ അയക്കുക എന്നൊരു സംവിധാനം നമ്മുടെ ജുഡീഷ്യറിയിലുണ്ട്. അതുപോട്ടെ, വീണ്ടും ഈ തരത്തിൽ വീണ്ടും ആക്രമിക്കപ്പെടുന്ന ഈ സാഹചര്യമുള്ളപ്പോൾ മൈനറായിട്ടുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അതല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമൊക്കെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർ ഇപ്രകാരം വീണ്ടും ദുരിതത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ അവകാശ സംരക്ഷണം, കുട്ടികളുടെ അവകാശ സംരക്ഷണം യഥാർത്ഥമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ഇൻജക്ഷൻ ഓർഡർ നൽകാൻ പറ്റുന്ന നിയമവ്യവസ്ഥിതി ഇവിടെ ഉള്ളപ്പോൾ അവർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള ഓർഡർ നടപ്പിലാക്കേണ്ട നിയമവ്യവസ്ഥിതി അതെന്ത് ചെയ്തില്ല? അടുത്തൊരു കാര്യം, നിയമപരമായി ഇതിനു വേണ്ടി മുന്നോട്ടിറങ്ങുവാനായിട്ട് കണ്ടെത്തിയ വക്കീൽ അത് വേണ്ട രീതിയിൽ ചെയ്യാത്തതിന് കാരണം എന്താണ്? അടുത്ത ചോദ്യം ഇതാണ്. കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് ഈ കേസിൽ ഉൾപ്പെടാത്ത, അതിന് യാതൊരു ബന്ധവുമില്ലാത്തൊരു സഹോദര ബന്ധം എന്ന് പറഞ്ഞ ഒരു ഉടുപ്പിട്ട ആ കാബാലികനെതിരെ അവിടുത്തെ അധികാരപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ മാറി നിൽക്ക് അങ്ങോട്ട്, ഇത് നിയമപരമായി കൈകാര്യം ചെയ്യുവാനാണ് എനിക്ക് അശോക ചക്രം അതല്ലെങ്കിൽ അശോക ചിഹ്നം വെച്ച് തന്നിരിക്കുന്ന തൊപ്പിയുള്ളതെന്നും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാമെന്നും എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനൊപ്പം തന്നെ ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് നേരിട്ടിടപെടാൻ സാഹചര്യമില്ല എന്നുള്ള നിയമം നിലനിൽക്കെ എന്തുകൊണ്ട് ഈ അയൽക്കൂട്ടം ആളുകളെ കൃത്യമായിട്ടുള്ള അതിന് നിയമ വഴിയായിട്ടുള്ള കോടതിയെ സമീപിക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കാതെ ഈ ഭീഷണിക്ക് വഴങ്ങുന്ന, അല്ലെങ്കിൽ ഈ ഉടുപ്പിട്ട കാബാലികൻ്റെ ആ ഒരു ഭീഷണിക്ക് എന്തിനു വഴങ്ങി? ഏറ്റുമാനൂർ കോടതിയിൽ സമീപിച്ച സമയത്ത് ഇത്തരം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ടുള്ള ഒരു പെറ്റീഷൻ എന്തുകൊണ്ട് ഈ കോടതിയിൽ ഫയൽ ചെയ്ത് അതിനുള്ള ഓർഡർ വാങ്ങുവാൻ ഈ വക്കീൽ തയ്യാറായില്ല? കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം അത് ഇപ്രകാരമുള്ള പീഡനങ്ങൾക്ക് ഇരയാകുന്നുണ്ടെങ്കിൽ അവരെ സ്വസ്ഥമായി പാർപ്പിക്കുവാനായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡോ അല്ലെങ്കിൽ ഈ ബാല അവകാശ കമ്മീഷനോ ചെയ്തില്ല? അടുത്ത കാര്യം, നന്നായി ജീവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സമൂഹത്തിൽ മാന്യമായി ജീവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരുടെയും ഇംഗിതത്തിന് വഴങ്ങാത്ത, അതല്ലെങ്കിൽ മറ്റുള്ള മോശമായി ജീവിക്കരുത് എന്ന് ചിന്തിച്ച ആ സ്ത്രീ മുട്ടിയ വാതിലുകളിലെല്ലാം തൊഴിലിനെ തടസ്സം ചെയ്ത, ജീവിക്കാനുള്ള അവകാശത്തെ തടസ്സം ചെയ്തതിനെതിരെ എന്തുകൊണ്ട് നിയമപാലകർ ആ തടസ്സം ചെയ്തവർക്കെതിരെ നടപടി നടത്തിയില്ല? ഇതൊക്കെ ചിന്തിക്കുമ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്. ഇതിനൊക്കെ ഫലമായി ലോകത്തിലെ സമൂഹം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തുന്നു, നിയമപാലകർ ഒറ്റപ്പെടുത്തുന്നു. അവരിൽ നിന്നുമൊക്കെ സഹായം കിട്ടാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൂട്ടി ജീവൻ വെടിഞ്ഞ അവരുടെ ആത്മഹത്യ പ്രേരണയ്ക്ക് കാരണമായ ആളെ വന്ന സമയത്ത് എന്തുകൊണ്ട് വിലങ്ങ് വെച്ച് ഈ ബോഡി കാണിക്കുവാനാണ് പോലും പോലീസിൻ്റെ അകമ്പടിയിൽ കൊണ്ടുവരുമ്പോൾ ധാരാളം സർക്കാർ ചെലവുകൾ ഇതുപോലെ ചെലവഴിക്കുവാൻ ഇവനാരാണ്? യഥാർത്ഥത്തിൽ ഒരു സെലിബ്രിറ്റിയാണോ വന്നതെന്ന് സംശയം തോന്നുന്നു. വിലങ്ങ് വെച്ച് പ്രതിയാക്കി മാറ്റാതെ എവിടെ കാലതാമസം വന്നു? എന്തുകൊണ്ട് 498 കേസ് ആദ്യ സമയത്ത് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനൊരു കാര്യങ്ങൾ നടക്കുമ്പോൾ പലതവണയും രാത്രികാലങ്ങളിൽ റോഡിലിറങ്ങി നിന്നു എന്ന് നമുക്ക് അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചു വരുത്തി കൊണ്ടുവിട്ട സാഹചര്യത്തിൽ ഇത്രയും ഭീകരമായ ഒരു കേസിൽ എന്തുകൊണ്ട് നാളിതുവരെ അങ്ങനെ ഒരു നടപടി നടത്തിയില്ല? കാരണം അങ്ങനെ ഒരു നടപടി നടത്തുവാനായിട്ടുള്ള സാഹചര്യം ഈ കോടതിയിലോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിലോ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഈ വര കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിയമത്തിന് അതിർവരമ്പ് നിശ്ചയിച്ചത് പണമോ സ്വാധീനമോ ആകാം. പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് വിശ്വസിക്കുന്ന ആ സർക്കാർ തലത്തിൽ ഇതിനുള്ള ഇടപെടൽ ഉണ്ടായത് ആരാണ് തടസ്സം ചെയ്തത്? ബഹുമാനപ്പെട്ട നിയമ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്തയക്കുക മാത്രമാണ് ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എനിക്ക് ചെയ്യുവാനുള്ളത്. കാരണം ഈ നിയമത്തിൻ്റെ പോയ വഴികളെല്ലാം നമ്മൾ പരിശോധിച്ചപ്പോൾ അവർ മുട്ടാത്ത നിയമപാലകരില്ല. ഈ നിയമപാലകരെ പോലും ഇതിനകത്ത് പ്രതിവർഗത്തിൽ ചേർക്കണം. സാധാരണ ജനങ്ങളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടി നിൽക്കേണ്ട
ഇത്തരം നിയമപാലകർ നിയമവിരുദ്ധമായിട്ടുള്ള ഇത്തരം കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി നടത്തേണ്ടത് ഇന്ന് പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഉറപ്പായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടി ഒരു പൊതുജനത്തിൻ്റെ താല്പര്യപ്രകാരം ഒരു കത്തയക്കുക, ഒരു പരാതി അയക്കുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് നിരാകരിച്ച എല്ലാ നിയമപാലകരെയും ആ സ്ഥാനത്ത് ഇരുത്തുവാൻ അനുവദിക്കാതെ അവർക്കും ശിക്ഷണ നടപടി കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം.